പാണ്ടിപ്പടി ഇരുകുളം ജുമാ മസ്ജിദിലെ റംസാൻ കാലത്തെ സവിശേഷമായ മസാലക്കഞ്ഞി വിതരണം 3ാം വർഷത്തിലേക്ക്. 2024 പള്ളി പുതുക്കി പണിതതു മുതൽ ആരംഭിച്ച ഈ ജീവകാരുണ്യ പ്രവർത്തനം ഇന്ന് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് വലിയൊരു ആശ്വാസമായി മാറിയിരിക്കുകയാണ്. മഹല്ല് കാരണവരും പ്രമുഖ വ്യവസായിയുമായ മല അലവി ഹാജിയുടെ തമിഴ്നാട്ടിലെ അനുഭവങ്ങളാണ് ഇത്തരമൊരു സംരംഭത്തിന് പിന്നിൽ. ദീർഘകാലം തമിഴ്നാട്ടിൽ ബിസിനസ് ചെയ്തിരുന്ന അദ്ദേഹം അവിടുത്തെ പള്ളികളിൽ നോമ്പുകാലത്ത് ലഭിക്കുന്ന പ്രത്യേക കഞ്ഞിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഇത് നാട്ടിലും നടപ്പിലാക്കിയത്. ഈ പള്ളി പുതുക്കി പണിയതിനു ശേഷം ഞങ്ങളിത് അതായത് തമിഴ്നാട്ടിലെ മോഡലിൽ കഞ്ഞി ഇവിടെ വിതരണം ചെയ്യുക എന്നുള്ള മനസ്സിലൊരു ആഗ്രഹം വന്നു. അങ്ങനെ തുടങ്ങിയതാണിത്. അതുപോലെ വളരെ നല്ല കാര്യമായിട്ടാണ് ഇപ്പോൾ അത് തോന്നുന്നത്. പല ഭാഗത്തു നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന കഞ്ഞിക്ക് വേണ്ടിയിട്ട്. എല്ലാ മഹല്ലുകാരും ഏറ്റെടുത്ത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് തോന്നുന്നത്. നല്ല സാമ്പത്തികം വേണം, എന്നെങ്കിലേ ഇത് നടക്കുള്ളൂ. അത് കൂടാതെ നടക്കില്ല. എങ്കിലും ഇത് നല്ലൊരു കാര്യമാണ്. അതായത് ഞാൻ തമിഴ്നാട്ടിലുള്ള കാലത്ത് ഞാൻ കഞ്ഞി കുടിച്ച് എനിക്ക് നല്ല പരിചയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കത് തോന്നിയത്. അങ്ങനെ ഞങ്ങളിവിടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി എല്ലാം കൂടി ഇതെല്ലാം കമ്മിറ്റിക്കാരാണ്, ഇതിന് പ്രവർത്തിക്കുന്നവരാണ്. കൈമയുടെ നുറുക്കാണ്. ഇത് അരി നമ്മളവിടെ കിട്ടില്ല. ഇത് പാലക്കാട്, കോയമ്പത്തൂർ, തമിഴ്നാട്ടിലാണ് ഇത് കിട്ടുന്നത്. പിന്നെ മറ്റ് മസാലകൾ, ഒരുപാട് മസാലകളുണ്ട്. വെള്ളുള്ളി, ഇഞ്ചി, തക്കാളി, വെളിച്ചെണ്ണ, പിന്നെ ഗരം മസാല, ഇങ്ങനെയുള്ളതായിട്ടുള്ള മസാലകൾ മൊത്തം ഉണ്ട്. അതായത് സ്പെഷ്യലായിട്ടുള്ള ചില മസാലകളൊക്കെ ഉണ്ട് ഇതിൽ. അതൊക്കെ ചേർത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് വളരെ നല്ല മരുന്ന് തന്നെയാണെന്നുള്ളതാണ് അഭിപ്രായപ്പെടുന്നത് എല്ലാവരും. തമിഴ്നാട്ടിൽ നിന്നെത്തിയ പ്രത്യേക പാചകക്കാരാണ് ഇരുകുളം പള്ളിയിലും കഞ്ഞി തയ്യാറാക്കുന്നത്. കൈമ, അരിനുറുക്ക, നെയ്യ്, ഏലം, പട്ട, ജീരകം, കുരുമുളക്, മഞ്ഞൾ തുടങ്ങിയ പച്ച മസാലകളും പ്രത്യേക ഔഷധ കൂട്ടുകളും ചേർത്താണ് ഈ കഞ്ഞി ഉണ്ടാക്കുന്നത്. തുടക്കത്തിൽ കുറഞ്ഞ അളവിൽ ആരംഭിച്ച വിതരണം ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ നിലവിൽ പ്രതിദിനം 60 കിലോയിലധികം അരി ഉപയോഗിച്ചാണ് തയ്യാറാക്കുന്നത്. അസർ നമസ്കാരത്തിന് ശേഷം പള്ളിമുറ്റത്ത് സജ്ജീകരിച്ച പന്തലിൽ വെച്ചാണ് വിതരണം നടക്കുന്നത്. ജാതിമത ഭേദമന്യേ 2000-ലധികം ആളുകളാണ് ദിനംപ്രതി ഈ ഔഷധക്കഞ്ഞി വാങ്ങാനായി എത്തുന്നത്. ചക്കിപ്പറമ്പൻ മൂസ, കൂളൻ ഹംസ, അബൂബക്കർ, പള്ളിയാളി സിദ്ദീഖ് എന്നിവർ ഈ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. 2-3 വർഷമായി ഇവിടെ കഞ്ഞി വിതരണം തുടങ്ങിയിട്ടെന്നുള്ളതാണ്. 3 വർഷമായി ഞാൻ കൊണ്ടുപോകൽ തുടങ്ങിയിട്ട്. ഏതായാലും വൈകുന്നേരം ഈ കഞ്ഞി, ഈ മരുന്നിട്ട തമിഴ്നാട് മോഡലുള്ള ഈ കഞ്ഞി വളരെയേറെ ആകാംക്ഷയോടാണ് എല്ലാ വീട്ടുകാർക്കും കൊണ്ടുപോകുന്നത്. പണ്ട് കാലത്ത് നമ്മളുടെ നാട്ടിലെല്ലാം ഒരു ജീരകക്കഞ്ഞി വെച്ച് കൊടുക്കൽ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ പള്ളിയിൽ ഈ മരുന്ന് കഞ്ഞി എന്നുള്ള എല്ലാ മസാലകളും ചേർത്തിട്ടുള്ള കഞ്ഞി. ഇതെല്ലാവരും ഇത് കുടിക്കുമ്പോഴൊരു ഉന്മേഷമുണ്ട്. അതുകൊണ്ടാണ് ഇത്ര തിരക്ക് കൂടി പല ഭാഗത്തുനിന്ന് ആളുകൾ വരുന്നത്.